ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇതുവരെയുള്ള ഈ സീസണിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള എവിക്ഷൻ ഇതാദ്യമാണെന്ന് തോന്നുന്നു. കാര്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരാളാണ് എവിക്റ്റ് ആയത്. നമ്മളെപ്പോലെ തന്നെ ആ വീട്ടിനകത്തുള്ള ആൾക്കാരും ഇതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ വളരെ ഞെട്ടലോടുകൂടി അവർ വളരെ ഭയാനകമായ രീതിയിലാണ് അവർ ആ എവിക്ഷനെ അവർ കണ്ടത്. പ്രത്യേകിച്ച് അക്ബറൊക്കെ ഇത്രയും ഇമോഷണലായിട്ട് പൊട്ടിക്കരഞ്ഞു. അക്ബറിന് അതിൽ നിന്നൊരു അപ്പാനി ഔട്ടായെന്ന് പറയുന്ന ഒരു റിയാലിറ്റിയിലോട്ട് വരാൻ ഒരുപാട് സമയമെടുത്തു. അപ്പാനിക്ക് മാത്രമല്ല, അപ്പാനി, ആര്യൻ, ബിന്നി, അപ്പോൾ ഇവരൊക്കെ അവിടെ നിൽക്കുമ്പോൾ അപ്പോൾ ഇവർ ഈ അപ്പാനിയെ പോലെ സ്ട്രോങ് പ്ലെയർ ഇത്ര പെട്ടെന്ന് ഔട്ടായി പോകുമെന്ന് ആദ്യം വിചാരിച്ചത്. പ്രാങ്കെന്നായിരിക്കും ആദ്യം വിചാരിച്ചത്. പക്ഷേ അപ്പാനിയെ മോഹൻലാലിൻ്റെ അടുത്ത് വെച്ച് കണ്ട് അപ്പാനി ഇവരോടെല്ലാം യാത്ര പറഞ്ഞ് പോകുന്ന ആ നിമിഷം പക്ഷേ അവരെല്ലാവരും മാനസികമായി ഭയങ്കരമായി തകർന്നതാണ്, പ്രത്യേകിച്ച് അക്ബറും ആര്യനും. ഇവിടെ ബിഗ് ബോസിൽ ഒരുപാട് വാഴകൾ അവിടെ ചുമ്മാ നിൽക്കുമ്പോൾ ഈ അപ്പാനി നെഗറ്റീവ് ആണെങ്കിൽ പോലും അവിടെ ചുമ്മാ ഇരുന്നൊരാളല്ല. പുള്ളിക്കാരൻ കണ്ടൻറ്റ് കൊടുത്ത ഒരാളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്ത ആളാണ്. ടാസ്ക് ആയാലും അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടന്നാലും അവിടെ എന്തെങ്കിലും ഒരു ഉടക്ക് നടന്നാലും പുള്ളിയുടേതായ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ പുള്ളി കൊടുക്കാറുണ്ട്. പിന്നെ ചെറിയ ദേഷ്യവും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും സീസൺ 5 അഖിൽ മാരാറിനെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും പുള്ളിയുടേതായ രീതിയിൽ അവിടെ നിന്നു എന്നുള്ളതാണ്. പുള്ളിയുടേതായ രീതിയിലുള്ള കുറേ കണ്ടൻറ്റുകൾ അവിടെ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് പ്ലെയറായ, അതായത് അപ്പാനിക്ക് മുമ്പേ പോവേണ്ട ഒരുപാട് പേര് ഈ എവിക്ഷൻ ലിസ്റ്റ് ഉണ്ടായിരുന്നിട്ടും അപ്പാനി പോയി എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്. അതും ഇത്രയും പേര് നോമിനേഷൻ വന്ന അവസരത്തിൽ എന്തായാലും വല്ലാത്തൊരു ഒരു ഷോക്കിംഗ് ആയിപ്പോയി. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി വീണ്ടും കാണാം. അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.